അടുത്തത് ഒരു ഡെഫിനിഷനാണ് ഡയറക്റ്റ് സം. ഒന്ന് പോസിറ്റ് ആദ്യം വായിച്ചു നോക്കൂ കേട്ടോ. അപ്പോൾ വായിച്ചപ്പോൾ മനസ്സിലായി, ഒരു വെക്റ്റർ സ്പേസ് വിനെ അതിൻ്റെ n ഇൻഡിപെൻഡൻറ്റ് സബ് സ്പേസുകൾ W1 എസെട്ര W എന്ന് പറഞ്ഞിട്ട് n ഇൻഡിപെൻഡൻറ്റ് സബ് സ്പേസുകളുടെ സമ്മാക്കിയിട്ട് എഴുതാൻ പറ്റിയെന്ന് വിചാരിക്കുക. V = W1 + എസെട്ര + WN. ഇവിടെ ഈ WIകളൊക്കെ എന്താണ്? ഇൻഡിപെൻഡൻ്റ് ആണ്, ശ്രദ്ധിക്കണം, ഇൻഡിപെൻഡൻറ്റ് സബ് സ്പേസുകളാണ്. അങ്ങനെ അതിൻ്റെ സമ്മാക്കിയിട്ട് ഈ വിനെ എഴുതാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ പറയും V is the direct sum of W1 എസെട്ര WN. അതിന് ഇതെങ്ങനെയാണ്? ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ R3 എടുക്കുക. R3യിൽ W1 ആയിട്ട് X ആക്സിസ്, W2 Y ആക്സിസ്, W3 Z ആക്സിസ്. അപ്പോൾ R3ൻ്റെ 3 സബ്സ്പേസുകൾ ഞാനെഴുതി. ഈ 3 സബ്സ്പേസുകളും എക്സ് ആക്സിസ്, വൈ ആക്സിസ്, സെഡ് ആക്സിസ്, ഇത് 3ഉം R3ൻ്റെ ഇൻഡിപെൻഡൻറ്റ് സബ്സ്പേസുകളാണ്. അത് എനിക്ക് ഈസി ആയിട്ട് വെരിഫൈ ആവുന്നതാണ്. നമ്മൾ ഓൾറെഡി വെരിഫൈ ചെയ്തിട്ടോ എനിക്കറിയില്ല, നിങ്ങൾ സ്വന്തം വെരിഫൈ ചെയ്യുക. R3ൻ്റെ 3 ഇൻഡിപെൻഡൻറ്റ് സബ്സ്പേസുകളാണ്. മാത്രമല്ല ഇതിൻ്റെ സം എടുത്തു കഴിഞ്ഞാൽ W1 + W2 + W3 നമുക്ക് കിട്ടുക എൻ്റയർ R3 എന്നാണ് അല്ലേ. ഈ 3 സബ്സ്പേസുകളെയും കണ്ടെയ്ൻ ചെയ്യുന്ന ഏറ്റവും ചെറിയ സബ്സ്പേസ് R3ൻ്റെ ഏതാണുള്ളത്? ഫുൾ സ്പേസ് R3 തന്നെയാണ്. ക്ലിയർ അല്ലേ? സോ ഇപ്പം ഈ W1 W2 W3 ഇത് 3ഉം R3ൻ്റെ ഇൻഡിപെൻഡൻറ്റ് സബ്സ്പേസുകളാണ്. മാത്രമല്ല അതിൻ്റെ സം എടുക്കുമ്പോൾ നമുക്ക് എൻ്റയർ R3 കിട്ടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറയും R3 ഈസ് ദ ഡയറക്റ്റ് സം ഓഫ് W1, W2 ആൻഡ് W3. അപ്പോൾ നമ്മളതിന് ഇതെങ്ങനെയാണ്? ഇതാ അങ്ങനെ കേട്ടോ. അപ്പോൾ R3 ഈ 3 സബ്സ്പേസുകളുടെയും ഡയറക്റ്റ് സമ്മാണ്. ഞാൻ വേറെ എക്സാമ്പിൾസ് തരാം. R3 തന്നെ ഒരു സബ്സ്പേസ് കൂടി ഞാൻ ഇവിടെ എഴുതാം, W4. W4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ XY പ്ലെയിൻ. എന്നിട്ട് ഈ W3യും W4ഉം ഇത് മാത്രം ബാക്കിയൊക്കെ വിട്ടേക്ക്. W3യും W4ഉം ഇത് R3ൻ്റെ 2 സബ്സ്പേസുകളാണല്ലോ. ഇത് ഇൻഡിപെൻഡൻ്റ് ആണോ അല്ലേ? ഇത് വളരെ ഈസിയായി ചെക്ക് ചെയ്യുക. കാരണം നമുക്കറിയാം 2 സബ്സ്പേസുകൾ ഇൻഡിപെൻഡൻ്റ് ആണോ അല്ലേ ചെക്ക് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? അവയുടെ ഇൻ്റർസെക്ഷൻ 0 സ്പേസ് ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഇവിടെ ഈ W3ൻ്റെയും W4ൻ്റെയും ഇൻ്റർസെക്ഷൻ എടുത്താൽ എന്താ കിട്ടുക? Z ആക്സിസും XY പ്ലെയിൻ തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്താൽ എന്താ കിട്ടുക? ഒറിജിൻ 0 സ്പേസ് മാത്രമേ കിട്ടുക. സോ ഇവയുടെ ഇൻ്റർസെക്ഷൻ 0 സ്പേസ് മാത്രമേ ആയതുകൊണ്ട് നമുക്ക് പറയാം ഈ W3യും W4ഉം R3യുടെ ഇൻഡിപെൻഡൻറ്റ് സബ്സ്പേസുകളാണ്. മാത്രമല്ല ഇനി ഇതിൻ്റെ സം എടുത്ത് നോക്കൂ. W3 + W4 അതെന്താ വരിക? W3 + W4 എന്താ വരിക? ഈ 2 സബ്സ്പേസുകളിൽ കണ്ടെയ്ൻ ചെയ്യുന്ന ഏറ്റവും ചെറിയ സബ്സ്പേസ് ഏതാണ്? R3ൻ്റെ. അത് ഫുൾ സ്പേസ് R3 തന്നെ വരിക അല്ലേ. അപ്പോൾ ഈ 2 സബ്സ്പേസുകളെയും നമ്മൾ സം ചെയ്താൽ R3 കിട്ടും. ഓക്കെ, അതായത് W3യും W4ഉം R3യുടെ 2 ഇൻഡിപെൻഡൻറ്റ് സബ്സ്പേസുകളാണ്. മാത്രമല്ല അവയുടെ സം എടുക്കുമ്പോൾ നമുക്ക് R3 കിട്ടുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാം R3 ഈസ് ദ ഡയറക്റ്റ് സം ഓഫ് W3 ആൻഡ് W4. നമ്മളതിനെ ഇങ്ങനെയാണ് എഴുതുകയും ചെയ്യുക അല്ലേ. ഡയറക്റ്റ് സമ്മിന് നമ്മൾ ഈ ഒരു സിമ്പൽ ഉപയോഗിക്കുക. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇനി ഒരു എക്സാമ്പിൾ കൂടെയൊക്കെ ഞാൻ പറയും. അതിൻ്റെ മുമ്പ് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ ഇവിടെ R3യിലെ ഒരു വെക്ടർ ചെയ്തിട്ട് സിമ്പിളായിട്ട് 1 2 3 1 2 3 ഇത് R3യിലെ ഒരു വെക്ടറാണല്ലോ. ഇനി R3 ഈ 3 സബ്സ്പേസുകളുടെയും W1 W2 W3 ഈ 3 സബ്സ്പേസുകളുടെയും സം എടുത്താൽ നമുക്ക് R3 കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 1 2 3നെ W1-ലെ വെക്ടറിൻ്റെയും W2-ലെ വെക്ടറിൻ്റെയും W3-ലെ വെക്ടറിൻ്റെയും സമ്മാക്കി എഴുതാൻ പറ്റുമല്ലോ? പറ്റും. അത് നിങ്ങളൊന്ന് എഴുതും. അങ്ങനെ പോസ് ചെയ്തിട്ട്, സിമ്പിൾ ചോദ്യമാണ്, എന്നാലും എല്ലാവരും പോസ് ചെയ്തിട്ട് സ്വന്തം എഴുതും. അതായത് ഈ വെക്ടറിനെ W1-ലെ വെക്ടറിൻ്റെയും W2-ലെ വെക്ടറിൻ്റെയും W3-ലെ വെക്ടറിൻ്റെയും സമ്മാക്കിയിട്ട് എഴുതാം. ഞാൻ ഇവിടെ എഴുതാം. നിങ്ങൾ പോസ് ചെയ്തിട്ട് സ്വന്തം മനസ്സിൽ കാണി എന്തെങ്കിലും ആയിട്ട് സ്വന്തം തന്നെ ചെയ്യണം കേട്ടോ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവുക ഈ ഒരു ഉത്തരമായിരിക്കും അല്ലേ. എല്ലാവർക്കും ഇതന്നെയാണ്. എല്ലാവരും W1 നിർത്തിയിട്ടുണ്ടാവുക ഈ വെക്ടറാണ്, W2 നിർത്തിയിട്ടുണ്ടാവുക ഇതാണ്, W3 നിർത്തിയിട്ടുണ്ടാവുക ഇതാണ്. ഇനി ഞാൻ ഇവിടെ ഒരു സിമ്പിൾ ചോദ്യം ഒന്നുകൂടി ചോദിക്കാം. ആർക്കെങ്കിലും ഇതല്ലാതൊരു എക്സ്പ്രഷൻ കിട്ടുമോ? അത് നമ്മളെടുത്ത പോലെ അല്ലാതെ ഈ W1 W2 W3 ഒക്കെ വേറെ ഏതെങ്കിലും വെക്ടേഴ്സ് എടുത്തിട്ട് ആഡ് ചെയ്തിട്ട് 1 2 3 കിട്ടുന്ന ഒരു ഉത്തരം ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടാവുമോ? കിട്ടിയിട്ടുണ്ടാവില്ല, ഉറപ്പാണ്. കാരണം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പ്രൂവ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോ അതിനുമ്പത്തെ വീഡിയോയിൽ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇൻഡിപെൻഡൻറ്റ് സബ്സ്പേസുകളുടെ സമ്മിൽ ഓരോ വെക്ടറിനും ഒരു യുണീക്ക് എക്സ്പ്രഷനേ ഉള്ളൂ ഇങ്ങനെ സമ്മാക്കിയിട്ട് എഴുതുമ്പോൾ. ഇവിടെ ഇപ്പം
W1 W2 W3 ഒക്കെ എന്താണ് ഇൻഡിപെൻഡൻ്റ് ആണ് അല്ലേ. എന്നിട്ടല്ലേ അതിനെ R3 ഈസ് ദ ഡയറക്റ്റ് സം ഓഫ് ദം എന്ന് പറഞ്ഞാൽ വിളിച്ചത്. അപ്പോൾ ഈ 3 സബ്സ്പേസുകളും ഇൻഡിപെൻഡൻറ്റ് സബ്സ്പേസുകളും കൂടെ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരൊറ്റ രീതിയിൽ ഈ വെക്ടറിനെ എഴുതാൻ പറ്റുള്ളൂ. R3യിലെ ഏതൊരു വെക്ടറിനെയും ഈ സബ്സ്പേസുകളിലെ വെക്ടേഴ്സിൻ്റെ സമ്മാക്കിയിട്ട് യൂണീക്ക് വേയിൽ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി ഇതേ ചോദ്യം ഞാൻ ഇവിടെ ചോദിക്കട്ടെ. R3 ഈ 2 സബ്സ്പേസുകളുടെയും ഡയറക്റ്റ് സം അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ വെക്ടറിനെ ഈ സബ്സ്പേസുകളിലെ വെക്ടേഴ്സിൻ്റെ സമ്മാക്കിയിട്ട് എങ്ങനെ എഴുതുക? അത് പോസിറ്റീവ് സ്വന്തം ചെയ്തോളൂ. വളരെ ഈസി ചോദ്യമാണ് അത്. 1 2 3 ഈക്വൽ ടു സമ്മാക്കിയിട്ട് എഴുതുമ്പം W3 ആരെടുക്കും? W3 തന്നെ എന്താണ്? Z ആക്സിസാണ്. അപ്പോൾ അവിടുന്ന് 0 0 3 എടുക്കുക. പിന്നെ W4 എന്ന് പറഞ്ഞാൽ ആരാണ്? XY പ്ലെയിനാണ്. അവിടുന്ന് ആരെടുക്കുക? 1 2 0 എടുക്കുക അല്ലേ. അപ്പോൾ 1 2 3നെ W3 വെക്ടറിൻ്റെയും W4 വെക്ടറിൻ്റെയും സമ്മാക്കിയിട്ട് എഴുതി. ഇതിനി ഇങ്ങനെ തന്നെ ഉള്ളൂ. വേറൊരു രീതിയിലും ആർക്കും എഴുതാൻ പറ്റില്ല. കാരണം എന്താണ്? ഈ W3 W4 ഇൻഡിപെൻഡൻറ്റ് സബ്സ്പേസുകളാണ്. അപ്പോൾ ഈ ഒരു യുണീക്ക് എക്സ്പ്രഷൻ മാത്രമേ ഈ 1 2 3 ഉള്ളൂ അല്ലേ. W3 എന്നൊരു വെക്ടർ എടുത്തിട്ടും W4 എന്നൊരു വെക്ടർ എടുത്തിട്ടും ആഡ് ചെയ്തിട്ട് ഇത് കിട്ടണമെങ്കിൽ ഇങ്ങനെ തന്നെ എടുത്തേ പറ്റുള്ളൂ. ദർ ഇസ് നോ അതർ വേ. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടുത്തെ ഒരു കാര്യം നമുക്ക് മനസ്സിലായി. ഒരു വെക്ടർ സ്പേസ് വിനെ ഇങ്ങനെ W1 എക്സെട്ര W എന്ന് പറഞ്ഞിട്ട് n സബ്സ്പേസുകളുടെ ഡയറക്റ്റ് സമ്മാക്കിയിട്ട് എഴുതുകയാണെങ്കിൽ ഈ വിയിലെ ഏതൊരു വെക്ടർ എടുത്തു കഴിഞ്ഞാലും അതിനെ ഈ സബ്സ്പേസുകളിലെ വെക്ടേഴ്സിൻ്റെ സമ്മാക്കിയിട്ട് എഴുതുമ്പോൾ യുണീക്ക് വേയിൽ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. അതൊരു പുതിയ കാര്യമൊന്നുമല്ല, ഞാനൊന്ന് ഓർപ്പിച്ചത് മാത്രമേ ഉള്ളൂ. കാരണം നമ്മൾ ഇൻഡിപെൻഡൻറ്റ് സബ്സ്പേസുകളുടെ ആ പ്രത്യേകത നമ്മൾ നേരത്തെ മനസ്സിലാക്കിയാണ്. എന്നാലും ഈ ഡയറക്റ്റ് സമ്മിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ അത് ഒന്നുകൂടി ഓർപ്പിച്ചത് മാത്രം. ക്ലിയർ ആണല്ലോ? നൈസ്. ഇനി വേറെ കാര്യം കൂടി പറയാവുന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ ഡയമെൻഷൻ കാണുമ്പം, ഡയമെൻഷൻ ഓഫ് വി കാണുമ്പം നമുക്ക് ഈ W1 എക്സെട്ര W1 ഒക്കെ ഇൻഡിപെൻഡൻറ്റ് സബ്സ്പേസുകളായതുകൊണ്ട് തന്നെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം ഇതിൻ്റെ ഡയമെൻഷൻ കാണാൻ എന്ത് ചെയ്താൽ മതി? ഡയമെൻഷൻ ഓഫ് W1 പ്ലസ് എക്സെട്ര പ്ലസ് ഡയമെൻഷൻ ഓഫ് W1 കണ്ടാൽ മതി അല്ലേ. അതായത് ഓരോ സബ്സ്പേസുകളുടെ ഡയമെൻഷൻ കാണുക, നേരെ കൂട്ടിയാൽ മതി. അപ്പം ഈ വിയുടെ ഡയമെൻഷൻ വന്നോളൂ അല്ലേ. ഇപ്പോൾ R3യുടെ ഡയമെൻഷൻ 3 ആണ് നമുക്കറിയാം. W1ൻ്റെ ഡയമെൻഷൻ എന്താണ്? 1 ആണ്. എക്സ് അല്ലേ. W2ൻ്റെ ഡയമെൻഷൻ 1 ആണ്. W3ൻ്റെ ഡയമെൻഷൻ 1 ആണ്. 1 + 1 + 1 ഈക്വൽ ടു 3. അതാണ് R3യുടെ ഡയമെൻഷൻ. ഇവിടെ നോക്കുക. W3ൻ്റെ ഡയമെൻഷൻ എന്താണ്? 1 ആണ് അല്ലേ. W4ൻ്റെ ഡയമെൻഷൻ എന്താണ്? 2 ആണ്. സോ 1 + 2 ഈക്വൽ ടു 3. അതല്ലേ R3യുടെ ഡയമെൻഷൻ. അപ്പം അതൊക്കെ ചുമ്മാ അങ്ങനെ പറഞ്ഞത് മാത്രം. ഇനി അടുത്ത വീഡിയോയിൽ വരാം. വീഡിയോ പിന്നെ ചെറുതാക്കുകയാണ്. കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടണം വിചാരിക്കുന്നതുകൊണ്ടാണ് ചെറിയ ചെറിയ വീഡിയോസ് ആക്കുന്നത്. അടുത്ത വീഡിയോയിൽ ഞാൻ ഇതിനൊരു എക്സാമ്പിൾ കൂടി തരാം. പിന്നെ റിസൾട്ടൊക്കെ പറഞ്ഞിട്ട് ഈ ഡയറക്റ്റ് സമ്മിൻ്റെ ചർച്ച തൽക്കാലത്തേക്ക് നമുക്ക് നിർത്താം. ഓക്കെ.